ഹാർവർഡ് സർവകലാശാലയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള പോരും മുറുകുന്നു. ഗവേഷണ ഫണ്ട് തടഞ്ഞ നടപടിയെ കോടതിയിൽ ചോദ്യം ചെയ്ത സർവകലാശാല. അതേസമയം വിദേശ വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ ഹാർവർഡ് നിലപാട് തിരുത്തിയില്ലെങ്കിൽ നിലവിലെ നയം തുടരാനാണ് വൈറ്റ് ഹൌസ് തീരുമാനം. വിദേശ വിദ്യാർത്ഥികൾക്ക് ഹാർവർഡിൽ അവസരം നൽകരുതെന്ന ട്രംപിന്റെ നിർദ്ദേശത്തോട് മുഖം തിരിച്ചതോടെയാണ് സർക്കാരും സർവകലാശാലയും തമ്മിൽ സംഘർഷം ഉടലെടുത്തത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശം തള്ളിയ സർവകലാശാല ഹാർവർഡ് ഒരു അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രമാണെന്ന് വ്യക്തമാക്കി. പിന്നാലെ ട്രംപ് സർവകലാശാലയിൽ സാമ്പത്തിക വിലക്ക് ഏർപ്പെടുത്തി. അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾക്കായുള്ള 2.5 ബില്യനാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഫണ്ട് വിട്ടുകിട്ടാൻ ഉത്തരവിറക്കണമെന്നാവശ്യപ്പെട്ട് ഹാർവർഡ് ഫെഡറൽ കോടതിയെ സമീപിച്ചു. ട്രംപിന്റെ ഫണ്ട് തടഞ്ഞ നടപടി നിയമവിരുദ്ധമെന്നും ഹാർവർഡ് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ബോസ്റ്റണിലെ ജില്ലാ കോടതിയിൽ നൽകിയ ഹർജിയിൽ ഏപ്രിൽ 14 മുതൽ വൈറ്റ് ഹൌസിൽ നിന്നും ലഭിച്ചത് 957 ഓർഡറുകളാണെന്ന് വ്യക്തമാക്കുന്നു. ദേശീയ സുരക്ഷ, ക്യാൻസർ, പകർച്ചവ്യാധികൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള ഗവേഷണത്തിന് ഫണ്ട് നൽകരുതെന്നാണ് ഉത്തരവുകളിൽ പറയുന്നതെന്നും ഹാർവർഡ് അറിയിച്ചു. അതേസമയം ഹാർവർഡ് ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ മാറ്റത്തിനാണ് താൻ ശ്രമിക്കുന്നതെന്നും അമേരിക്കയിലെ സർവകലാശാലകൾ ഇടതു ചിന്തയുടെ പിടിയിലാണെന്നും സർവകലാശാലകൾ സെമിറ്റിക് വിരുദ്ധതയുടെ കോട്ടകളായെന്നും ട്രംപ് ആവർത്തിച്ചു. ഹാർവർഡിന്റെ ഹർജിയിൽ ജൂലൈ മാസം 21-ന് വിശദമായ വാദം കേൾക്കുമെന്ന് ജില്ലാ ജഡ്ജ് എലിസൺ ബൊറോ അറിയിച്ചു. ഫണ്ട് തടയുന്നതിനൊപ്പം ഹാർവർഡിലെ മറ്റു സംഭവങ്ങളിലും വിവിധ അന്വേഷണമാണ് വൈറ്റ് ഹൌസ് നടത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.